കാലത്ത് ആങ്ങളമാർക്ക് വീട് പണിയാനും അവരുടെ മക്കളെ കെട്ടിക്കാനും പഠിപ്പിക്കാനും ഗൾഫിൽ പണിയെടുത്ത് കിട്ടുന്ന കാശ് മുഴുവൻ നാട്ടിലേക്ക് അയച്ചോണ്ടിരുന്നു. അവരുടെ പണ്ടപ്പരപ്പും പരാധീനം തീർക്കണതിന്റെ ഇടയിൽ സ്വന്തമായി ഒരു ഭൂമി വാങ്ങിക്കാനോ ഒരു വീട് വെക്കാനോ എന്തിനൊരു കല്യാണം കഴിക്കാൻ കൂടി മറന്നുപോയി. ഗൾഫിൽ നേഴ്സായിട്ട് ജോലി ചെയ്യണ പെങ്ങളെ ഇനി കല്യാണം കഴിപ്പിച്ച് കുടുംബിനിയാക്കി മാറ്റിയാല് ഉള്ള വരുമാനം കൂടെ നിലയ്ക്കുമല്ലോ എന്ന് ഓർത്ത് ആങ്ങളമാര് പെങ്ങളെ കല്യാണത്തെ പറ്റി ഓർമ്മിപ്പിച്ചില്ല. സ്ട്രോക്ക് കാരണം ജോലി നിർത്തി നാട്ടില് 6 മാസം ആശുപത്രി കയറി ഇറങ്ങി നടന്നു. രോഗം കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ നോക്കാനായിട്ട് ഇപ്പൊ ആങ്ങളമാരും ഇല്ല, അവരുടെ പത്നിമാരും ഇല്ല, കാശ് മുടക്കി പഠിപ്പിച്ച അവരുടെ മക്കളും ഇല്ല. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ പോലും ആരെങ്കിലും കൂട്ടുവേണം. അച്ചമ്മയ്ക്ക് സ്ട്രോക്ക് ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ തൊട്ടടുത്ത ബെഡിലുണ്ടായിരുന്നാണേ നേരത്തെ പറഞ്ഞ ചേച്ചി. ആളുടെ പേരറിയില്ല. പിന്നീട് ഒരിക്കലും ആളെ കാണാനോ പേര് ചോദിക്കാനോ സാധിച്ചിട്ടില്ല. ഒരു ദിവസം ചോറായിട്ട് ചെല്ലുമ്പോൾ ആളെ ബെഡിൽ കാണാണ്ടായിരുന്നില്ല. പിന്നീടാണ് അറിയണേ ആള് രോഗം കൂടി വെന്റിലേറ്ററിലായി നോക്കാം. വൈകുന്നേരം ഇപ്പൊ ചേച്ചിയുടെ എന്തുവാണെന്നും പറഞ്ഞ് സാധനങ്ങൾ എടുക്കാനായിട്ട് ഒരു സ്ത്രീ വന്നു. ആയമ്മ വന്നിട്ട് തപ്പിത് ഫുള്ളും ആ ചേച്ചിയുടെ പേഴ്സാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടാവില്ല എന്ന് അറിയണമെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് ആണ്. ഒരുപാട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നവരുടെ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ പൊന്നെ മുത്തേന്നൊക്കെ വിളിച്ചു നടക്കുന്ന ആൾക്കാർ എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടാവും? നമ്മളെല്ലാരും ഒറ്റയ്ക്ക് തന്നെയാന്നേ. മറ്റുള്ളവരുടെ അവസ്ഥകൾ സ്വന്തം അവസ്ഥയായിട്ട് കൺസിഡർ ചെയ്ത് പെരുമാറാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിന് വിശാലമായ ഒരു വലിയ മനസ്സ് തന്നെ വേണം.